IQ Neo 10R വേഴ്സസ് നത്തിങ് ഫോൺ 3A Pro. ഈ രണ്ട് ഫോണുകളിൽ ഏതാണ് നല്ല ഫോണുകൾ? രണ്ടും ആക്ച്വലി നല്ല ഓൾറൗണ്ടർ ഫോണുകൾ തന്നെയാണ്. പക്ഷേ ഇതിൽ മേജറായ 2-3 വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഇതായിരിക്കും ബെസ്റ്റ്, എന്നാൽ ചിലർക്ക് ഇതായിരിക്കും ബെസ്റ്റ്. സോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് അറിയാൻ രണ്ടും നമുക്ക് സൈഡ് ബൈ സൈഡ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾ പറയുക ഇതിലേതാണ് നിങ്ങൾക്ക് പറ്റിയതെന്ന്. സോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് ഫോണുകളുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ IQ കാര്യം അവർ പറയുന്നത് ഡുവൽ ടോൺ ഡിസൈനാണ്, മറ്റേ റേസിംഗ് ട്രാക്കിന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഡിസൈനാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു IQവിൻ്റേതൊരു സാധാരണ ഡിസൈനായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതൊരു യൂണിക്കായ സെറ്റപ്പായിട്ട് തോന്നുന്നുണ്ട് നത്തിങ്ങിൻ്റെ. പ്രത്യേകിച്ചും ഈ ക്യാമറ മോഡ്യൂളിൻ്റെ ഡിസൈനൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ വ്യത്യസ്തമായൊരു ഡിസൈനുള്ള ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒപ്പം ബാക്കിൽ ലൈറ്റ് കത്തുന്ന പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നത്തിങ്ങിൻ്റെ 3A Pro തന്നെയാണ് വ്യത്യസ്തമായ ഡിസൈനുള്ള ഒരു ഫോൺ. പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസൈനും ഇതുപോലുള്ള ലൈറ്റ് സെറ്റപ്പൊക്കെ ഇഷ്ടമാണോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സോ ഇത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. ഭംഗി അവനവന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളത്. രണ്ടും അത്ര വലിയ ലൈറ്റ് വെയിറ്റും അല്ല, എന്നാൽ ഹെവി വെയിറ്റൊന്നും അല്ല. രണ്ടും സാധാരണ തിക്നെസ്സും സാധാരണ വെയിറ്റൊക്കെ തന്നെയാണ് വരുന്നത്. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ടെൻഷനൊന്നും വേണ്ട. രണ്ടും ഫ്ലാറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ പുറകിൽ നിന്ന് കാണാനുള്ള ഭംഗി ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ചൂസ് ചെയ്യുക. യൂണിക്കായത് എന്തായാലും നത്തിങ് തന്നെ. ഇനി ഈ രണ്ട് ഫോണുകളിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്താലും ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം ഭയങ്കരമായ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. ഒന്ന് പെർഫോമൻസ്. സാധാരണ ഒരു ഡീസൻറ്റ് ലെവൽ പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 7th Gen എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ ഫോണിനകത്തിരിക്കുന്ന പ്രോസസ്സറിൽ കിട്ടും. സോ ഡേ ടു ഡേ ടാസ്ക് ആയാലും ശരി, അത്യാവശ്യം ചെറുകിട ഗെയിമുകൾ കളിക്കാനായാലും ശരി, BGMI ഒക്കെ ചെറിയ തോതിൽ കളിക്കാനായാലും ശരി, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ നടക്കും. ഒപ്പം തന്നെ നത്തിങ്ങിൻ്റെ പരസ്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള UI, ആ വെറൈറ്റി UIയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നത്തിങ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡീസൻ്റ് ആണ്. വേറെ പെർഫോമൻസ് ഇഷ്യൂ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ നീക്കുമ്പോൾ വളരെ സ്മൂത്താണ്. വിഷയമൊന്നുമില്ല, ഉണ്ടാവില്ല. കാരണം ആ ഒരു പ്രോസറും ഈ റാം സ്റ്റോറേജ് സെറ്റപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. സോ നല്ല ഡീസൻ്റായ പെർഫോമൻസ് കിട്ടും. സോ നല്ല പെർഫോമൻസ് ഉള്ള ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ചൂസ് ചെയ്യാം. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഒക്കെ തരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 വരുന്നത്. എല്ലാം സെറ്റാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിൽ വരുമ്പോൾ IQ Neo 10R എന്ന് പറയുന്ന ഈ ഫോണിനേക്കാൾ മികച്ച ഫോൺ ഈ റേഞ്ചിൽ ഇല്ല. കാരണം അത്രയും മികച്ച പെർഫോമൻസ് സെറ്റപ്പും ഗെയിമിംഗ് സെറ്റപ്പുമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8th Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതിൻ്റെയൊക്കെ ഡബിൾ പെർഫോമൻസ് ആണ്. ഡബിൾ അല്ല, അതിൽ കൂടുതലാണ്. ഇതിനൊക്കെ 7 ലക്ഷം 8 ലക്ഷം റേഞ്ചിലാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. ഇതിന് 1.7 മില്യൺ, അതായത് 17 ലക്ഷം റേഞ്ചിലുള്ള ആൻറ്റിറ്റ്യൂഡ് സ്കോറാണ്. പോട്ടെ, അതൊന്നും നോക്കണ്ട. എങ്ങനെ പോയാലും ഇരട്ടി പെർഫോമൻസ് നമുക്ക് IQ Neo 10Rൽ കിട്ടും. ഒപ്പം തന്നെ അൾട്രാ ഗെയിം മോഡ് എന്ന് പറയുന്ന ഗെയിം മോഡിനകത്ത് ഇഷ്ടംപോലെ ഗെയിമിംഗ് ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് സ്പോർട്സ് മോഡ് ഇടാം, FPS മീറ്റർ ഉണ്ട്, പലതരത്തിലുള്ള പെർഫോമൻസുകൾ സെറ്റ് ചെയ്യാം. ഗെയിമിംഗ് ഫീച്ചറിൻ്റെ സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൺട്രോൾ സെറ്റിംഗ്സുകൾ ഗെയിമിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാം. അതൊക്കെ വെച്ചുകൊണ്ട് നൈസായിട്ട് ഗെയിം കളിക്കാൻ, ടോപ്പ് ലെവലിൽ ഗെയിം കളിക്കാൻ, ഹീറ്റിംഗ് ഇല്ലാതെ ഗെയിം കളിക്കാൻ IQ Neo 10R ബെസ്റ്റാണ്. ഹീറ്റിംഗ് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം ഇത് നമ്മളൊരു 1 hour ഗെയിമിംഗ് ടെസ്റ്റ് നടന്നു നോക്കി. BGMI മാക്സിമം സെറ്റിംഗ്സിലിട്ട് കളിച്ചു. ഞാൻ കളിച്ചപ്പോൾ ഒരു 33 ഡിഗ്രി തുടക്കത്തിലുണ്ടായിരുന്നത് 1 hour കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ 37 ഡിഗ്രിയാണ്. ടെമ്പറേച്ചർ കൂടുന്നില്ല. അതായത് ഗെയിം കളിക്കാൻ പറ്റിയ സെറ്റപ്പാണ്. 90 FPS നൈസായിട്ടിരുന്ന് ഗെയിം കളിക്കാം. പിന്നെ ചില ഗെയിമുകളിൽ 144 Hz റീഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാഷ് ഓഫ് ക്ലാൻസോ അങ്ങനെ 2-3 ഗെയിമുകളുണ്ട്, അതിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഗെയിമിംഗ് ഹെവി പെർഫോമൻസ് ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ Neo 10R ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇതല്ല. ബട്ട് ഇതിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ട്. സാധാരണ യൂസൊന്നും ഒരു വിഷയം വരാമൊന്നുമില്ല, സെറ്റാണ്. എന്താണ് ഇതിങ്ങനെ എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കമൻറ്റുകൾ കാണാം. നമ്മൾ ഗെയിമിങ്ങിന് ഇത് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഗെയിമിംഗ് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമല്ല. ചേട്ടൻ എന്തിനാണ് അത് ഇത്ര ഭയങ്കരമായിട്ട് എടുത്തു പറയുന്നത്? എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമല്ല, പക്ഷേ ചിലർക്ക് അത് ആവശ്യമുണ്ട്. അവർ പോയിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പോയിട്ട് അതിനേക്കാൾ ഇരട്ടി പെർഫോമൻസ് ഇത് കിട്ടുമല്ലോ എന്ന് പറയുന്ന നേരത്ത് അവർക്ക് വിഷമാവും. സോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു ക്ലാരിറ്റി വേണം കാണുന്നവർക്ക്. അപ്പോൾ ഇതിൽ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ഇത് ഓൾറൗണ്ടർ, എല്ലാം കൊണ്ട് സെറ്റാണ്. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യമാണ്. ബാറ്ററിയിലും കാര്യമായ വ്യത്യാസമുണ്ട്. ഇതിൽ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന 5000 mAh ബാറ്ററിയാണുള്ളത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന 5000 mAh ബാറ്ററി എന്ന് പറയാൻ കാരണം ചാർജർ ഇല്ല. ചാർജർ വേണമെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം. സപ്പോർട്ട് ചെയ്യും 50 വാട്ട് ചാർജിങ്. 5000 mAhൻ്റെ ബാറ്ററിയാണ്. ഇത് ഡീസൻറ്റ് സെറ്റപ്പാണ്, തർക്കമൊന്നുമില്ല. ചാർജർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി. ചാർജർ നിങ്ങൾ വാങ്ങിക്കണം വേണ്ട കാര്യത്തിൽ. പക്ഷേ ഇവർ ബെസ്റ്റാണ്. അതായത് 6400 mAhൻ്റെ ഹെവി ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 80 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ടെൻഷനേ വേണ്ട. നല്ല ബാറ്ററി ലൈഫും നല്ല ഫാസ്റ്റ് ചാർജിങ്ങും ചാർജർ അടക്കം ഇതിൽ അവൈലബിൾ ആണ്. സോ ഈ മേഖലയിൽ ക്ലിയർ വിന്നറാണ് ഇത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലും ക്ലിയർ വിന്നർ ഇത് തന്നെയാണ്. സോ തീരുമാനം നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് ഏത് സെറ്റപ്പാണ് വേണ്ടതെന്ന്. ഇനി ഈ രണ്ട് ഫോണുകളുടെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും നല്ല ഡിസ്പ്ലേ ആണ്. രണ്ടും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. രണ്ടും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് രണ്ടിലും പ്രശ്നങ്ങളില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റി ആയിക്കോട്ടെ, ഇൻഡോർ ആയിക്കോട്ടെ, എവിടെ ഇട്ട് നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചാലും ഒരു വിഷയമില്ല. ടോപ്പ് ലെവലാണ്. ഇതാവുമ്പോൾ 144 Hz റീഫ്രഷ് റേറ്റിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഞാൻ പറഞ്ഞില്ലേ. നോർമൽ യൂസിൽ 120 Hz ഡിസ്പ്ലേ ആണ്. ബട്ട്
വേണ്ടി വരുന്ന സമയങ്ങളിൽ 144 ഹെർട്സ് വർക്ക് ചെയ്യും. ആ ചില ഗെയിമുകൾ പറഞ്ഞാൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലത്തെ ഗെയിമുകൾ അതിലൊക്കെ 144 ഹെർട്സും വർക്ക് ചെയ്യും. ഇതിൽ സാധാരണ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്, അതിൽ കൂടുതലൊന്നുമില്ല. ബ്രൈറ്റ്നസിൻ്റെ അളവ് നോക്കിയാൽ വ്യത്യാസമുണ്ട്. ഇതിലൊക്കെ 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെയാണ് നത്തിങ്ങിൽ വരുന്നത്. ഇതിൽ 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. ബെസ്റ്റ് ഡിസ്പ്ലേ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് IQ ആണ്. അതായത് 6.78 ഇഞ്ച് വരുന്ന 1.5K 144 ഹെർട്സിൻ്റെ IKR AMOLED ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ IQ Neo 10R ഡിസ്പ്ലേ ബെറ്റർ ആണ്. ബട്ട് ഇത് ഒട്ടും മോശമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം നല്ലതെന്ന് പറയുന്നില്ല. രണ്ടും നല്ല ഡിസ്പ്ലേ ആണ്. വീഡിയോ ഒക്കെ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. രണ്ടും ഒരുപോലെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് ഭംഗിയായിട്ട് നമുക്ക് മീഡിയ കൺസംപ്ഷൻ സിനിമ കാണാനോ യൂട്യൂബ് കാണാനോ ഒക്കെ പറ്റും. സോ വിഷയമില്ല. ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും IQ ആയിരിക്കും. ഇനി ഈ രണ്ട് ഫോണുകളുടെ ക്യാമറ രണ്ടിലും നല്ല ക്യാമറ സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ചും കൂടി നല്ല സെറ്റപ്പ് നത്തിങ്ങിൻ്റെയാണ്. അതായത് 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ബെറ്റർ നത്തിങ് ആണ്. IQവിലും നമുക്ക് 4K 60 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന മെയിൻ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇരിക്കുന്നത്. രണ്ടിലും ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന സെറ്റപ്പ് ഉണ്ട്. സോ കുറവ് പറയാനില്ല. ബട്ട് ഇതിൽ നമുക്ക് പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു വെയിറ്റ് അല്ലേ, അതുണ്ട്. സാമ്പിൾസ് കണ്ട് നോക്കൂ. മെയിൻ ക്യാമറ ഇമേജുകൾ നമ്മൾ നോർമലി നമ്മുടെ വീടിൻ്റെ അടുത്ത് പുറത്തൊക്കെ നിന്ന് തന്നെ എടുത്തതാണ്. അതായത് നാച്ചുറലായിട്ട് നിങ്ങൾ എവിടെ നിന്നെടുത്താലും കിട്ടുന്ന പോലെ നമ്മൾ നോർമലായിട്ട് എടുത്ത ഫോട്ടോസാണ്. ഏതാണ് നന്നായിരിക്കുന്നത് നിങ്ങൾ നോക്കുക. രണ്ടായാലും വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടും ഒരുപോലെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. സെൽഫി ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത്. മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി 4Kയിൽ തന്നെ എടുത്ത വീഡിയോസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കുക, ഇഷ്ടപ്പെട്ടത് തന്നെ ചൂസ് ചെയ്യുക. സോ ഫോട്ടോസ് വീഡിയോസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറയില്ല. രണ്ടും അത്യാവശ്യം നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. വേണ്ടവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഏതെടുത്താലും നിങ്ങൾ പെർഫോമൻസും ബാറ്ററിയും നോക്കി IQ എടുക്കുകയാണെങ്കിൽ ക്യാമറ മോശമൊന്നുമല്ല, നല്ല ക്യാമറയാണ്. അതുപോലെ ഇത് നിങ്ങൾ ഓൾറൗണ്ട് നത്തിങ് ഇഷ്ടപ്പെട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറയും നല്ലത് തന്നെയാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് എടുക്കുക. ഈ ക്യാമറയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ എനിക്ക് തോന്നുന്നു നത്തിങ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന്, അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നിയത്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും വാല്യൂ ഉണ്ടല്ലോ. സോ അപ്പോൾ ഈ രണ്ട് ഫോണുകളുടെയും ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി നമ്മളെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഈസി ആയിട്ട്. അതായത് ഹെവി പെർഫോമൻസും നല്ല ബാറ്ററി ലൈഫൊക്കെ ഉള്ള ഒരു അടിപൊളി പവർ പാക്ഡായ ഫോണാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് 25-28 രൂപ റേഞ്ചിലൊക്കെ ആണെങ്കിൽ Neo 10R ആണ് ദ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. ഹെവി പെർഫോമൻസും കാര്യം നിങ്ങൾക്ക് ഇതിൽ കിട്ടും, ഒരു ഡൗട്ടും വേണ്ട. ക്ലിയർ വിന്നർ നിങ്ങൾക്ക് ഇതായിരിക്കും. ഗെയിമിങ്ങും ഹെവി പെർഫോമൻസും ആണ് പ്രയോറിറ്റി എങ്കിൽ ബാക്കി എല്ലാം നന്നായിരിക്കുന്നു. ഒപ്പം ഈ പറഞ്ഞ സംഭവങ്ങൾ ടോപ്പായിട്ട് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ വിവോയുടെ സർവീസും എല്ലായിടത്തും പക്കവായിട്ട് കിട്ടുന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. സോ അപ്പോൾ ഇതാണ് ഇതിനെ ചൂസ് ചെയ്യാനുള്ള കാരണം. ഇനി നിങ്ങൾക്ക് നത്തിങ്ങിൻ്റെ യൂണിക്കായ ഡിസൈനും കാര്യങ്ങളും പിന്നെ ഓവറോൾ നത്തിങ് UIയും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പൊക്കെ വേണം. അത്യാവശ്യം നിങ്ങൾക്ക് നത്തിങ് സംഭവം ഇഷ്ടമാണ് എങ്കിൽ തീർച്ചയായിട്ടും യൂണിക്കായ ഈ ഒരു ഡിസൈൻ ഇഷ്ടമാണെങ്കിൽ നത്തിങ് എടുക്കാം, വിഷയമൊന്നുമില്ല. വില ഇതിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്, അതിൻ്റെ അത്ര പെർഫോമൻസും ഇല്ല എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നിടത്ത് അങ്ങനെ ടോപ്പ് ലെവൽ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം. അതുകൊണ്ട് ഒരു അപാകതയും പറ്റാനില്ല. നല്ല ഫോണാണ് നത്തിങ്. സോ രണ്ട് നല്ല ഫോണുകൾ, അതിലേതെടുക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശവും. സോ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.